ഹലോ ഹായ്. നമ്മളിന്ന് പറയാൻ പോണത് 7 മാർക്കിന് 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 7 മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതായത് 1 മാർക്ക് എവിടെയും പോകില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ ഇത് തീർക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ഉത്തരം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: കൺവേർട്ട് ദ ടെമ്പറേച്ചർ 0 ഡിഗ്രി ഫാരൻഹീറ്റ് ഇൻ ടു ഡിഗ്രി സെൽഷ്യസ് ആൻഡ് കെൽവിൻ സ്കെയിൽ. അത് തന്നിട്ടുള്ളത് 0 ഡിഗ്രി ഫാരൻഹീറ്റാണ്. അതിന് നമുക്ക് എന്ത് മാറ്റണം? അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അതേപോലെ തന്നെ അതിനെ കെൽവിനിലേക്കും മാറ്റണം. അപ്പോൾ അതെങ്ങനെയുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാം, നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കയ്യിലുള്ളത് 0 ഡിഗ്രി ഫാരൻഹീറ്റാണ്. അതിൻ്റെ ഡിഗ്രിയിലേക്കാണ് മാറ്റേണ്ടത്. അതിനൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇതാണ് ഇക്വേഷൻ. F = 1.8C + 32. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് കൊടുക്കാം. ഇപ്പോൾ ഫാരൻഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 0. 1.8 അതേപോലെ തന്നെ എഴുതി, സിയും അതേപോലെ തന്നെ എഴുതി, 32 അതേപോലെ തന്നെ എഴുതി. ഇതിൽ നമുക്ക് എന്താ കാണേണ്ടത്? സി ആണ് കാണേണ്ടത് അല്ലേ? കാരണം എന്താ? 0 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ കാണേണ്ടത്? അതിൽ സി അല്ലേ? ആ സി ആണ് കാണേണ്ടത്. അപ്പോൾ സി കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ +32 ആണ്. ഇത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? -32 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വന്നു? -32 = 1.8C. ഓക്കെ, ഇനി നമുക്ക് സി മാത്രം ഇവിടെ വെക്കണം. സി മാത്രം വെക്കാൻ ഇത് 1.8 ഇവിടെ ഗുണിക്കലല്ലേ? അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? ഹരിക്കൽ വരും. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് വരിക 1.8 അല്ലേ? അതാണ് അടുത്ത സ്റ്റെപ്പ്. സി = -32 / 1.8. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -17.7 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? -17.7 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ്. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് നമുക്ക് തിരിച്ചും എഴുതട്ടോ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ സി എന്ന് പറഞ്ഞ സാധനം അറിയാം, ഫാരൻഹീറ്റ് അറിയില്ല എങ്കിൽ ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇതെന്ത് കൊടുക്കുക? F = സീൻ്റെ വരണ്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നേരെ ആൻസർ കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിക്ക് മാറ്റാനും ഫാരൻഹീറ്റിനെ ഇങ്ങോട്ട് തിരിച്ചു മാറ്റാനും ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി എന്ന്. മനസ്സിലായോ? ഓക്കെ, മറ്റേ ഡയറക്റ്റ് ആയിരിക്കും. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആദ്യം പറഞ്ഞത് മാത്രം. അപ്പോൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, എ പാർട്ട് കഴിഞ്ഞു. ഇനി ബി പാർട്ട് എന്താണ്? ഇപ്പം കിട്ടിയ, അതായത് നിങ്ങളുടെ ഇതേ 0 ഡിഗ്രി ഫാരൻഹീറ്റിനെ ഇനി കെൽവിനിലേക്ക് മാറ്റണം. അപ്പോൾ അതിനൊരു ഇക്വേഷൻ പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം കിട്ടിയ നമുക്ക് ഡിഗ്രിയിൽ കിട്ടിയല്ലോ അല്ലേ? ഇതാണ് ഡിഗ്രീനെ കെൽവിനിലേക്ക് മാറ്റാൻ ഇതിനോട് കൂടി എന്ത് കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ മതി. അത്ര ആലോചിച്ചാൽ മതി. അതായത് എത്ര ഡിഗ്രി തന്നാലും ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ +273 ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എത്ര കെൽവിനാണ്? 30 + 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ എത്ര വരും അല്ലേ? 303 അല്ലേ? 303 കെൽവിൻ എന്ന് വരും. അതേപോലെ 5 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്ര കെൽവിനാണ്? 273 + 5 278 കെൽവിൻ അങ്ങനെ വരും. ഓക്കെ, അതിന് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ്ടോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഇതല്ല കേട്ടോ, ഒട്ടമരപ്പോയതാണ്. ഇത് കെൽവിൻ കാണാൻ ചെയ്താൽ മതി. ഡിഗ്രി സെൽഷ്യസ് കൂടെ എന്ത് കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷനുകൾ നോട്ട് ചെയ്യുക. ഈ 2 ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. അതായത് സെൽഷ്യസിൽ നിന്ന് കെൽവിനിലേക്ക് മാറ്റാനും കെൽവിൻ സെൽഷ്യസിലേക്ക് മാറ്റാനും സെൽഷ്യസിൽ നിന്ന് ഫാരൻഹീറ്റ് മാറ്റാനും ഫാരൻഹീറ്റിന് സെൽഷ്യസിലേക്ക് മാറ്റാനും ഈ ഒരു ഇക്വേഷൻസ് രണ്ടും പഠിച്ചാൽ മതി. ചെറിയ മാത്സ് ഉണ്ട്, ഇങ്ങോട്ടും മറിച്ചിടണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, അത്രയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാൻ കഴിയണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. എങ്ങനെ സ്റ്റെപ്പ് 1 എന്നൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ.